ഇപ്പോൾ പറയുന്നത് BJP FIR ഇട്ടെന്നല്ലേ. BJP FIR ഇട്ടാൽ ആ FIR ശരിയാന്ന് തെളിയിക്കേണ്ടതല്ലേ BJPയുടെ ആവശ്യം. ആ സർക്കാർ ആ മര്യാദ നമ്മളോട് കാണിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 55 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരാണ് കേരളത്തിലെ BJPക്ക് വേണ്ടി അല്ല കേരളത്തിൽ നിന്നുള്ള 2 ആളുകൾക്ക് വേണ്ടി ഈ ജോലി ചെയ്ത്. അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ്റെ മതേതര മുഖം, എപ്പോഴും മത ഭീകരവാദി എന്ന് ലോകം മുഴുവൻ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യന്റെ മതേതര മുഖം നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെയാണ്. എന്ത് ലാഭമാണ് BJPക്ക് കിട്ടുന്നവർക്ക്? അവിടെ ഈ ഇപ്പൊ ഛത്തീസ്ഗഡില് ഇതിന്റെ പേരിൽ BJPക്ക് ഉണ്ടായ ക്ഷീണം ചെറുതൊന്നുമല്ല. ആര് ചെയ്യും? ഇവന്മാരും ചെയ്യൂ. അവിടുത്തെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് പറഞ്ഞെന്താ? അവിടുത്തെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഇവിടെ ഇത് നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇവർക്കെതിരായിട്ടല്ലേ മൊഴി കൊടുത്ത്? ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിന്റെ പേരിൽ അവിടെ തിരിച്ചു മുതലെടുക്കാൻ കോൺഗ്രസ് പോയി. മനസ്സിലായി. ഇവർ സഹായിച്ചതിന്റെ പേരിൽ അവിടെയാണ് ഇവിടെ ആണ് ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ നോക്കിയ കോൺഗ്രസ് അവിടെ. അത് രാഷ്ട്രീയ ലാഭമോ നഷ്ടമല്ല, അവർക്ക് നീതി കിട്ടണം.